മോനെ പന്നപ്പി, കൊച്ചുകുഞ്ഞ് വടക്കം വീട്ടിൽ തറവാട്ടില്ല. ഞങ്ങളുടെ പുറമ്പോക്ക് ഭൂമിയിൽ ചുമ്മാ മുളച്ചു വെക്കുന്ന പോതപ്പുല്ല് ചെത്തി വിറ്റാ കിട്ടും നീ പറഞ്ഞ കോലി. രോഹിത്തേട്ടാ, സംസ്ഥാന ബജറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൽ കുറേയേറെ വാഗ്ദാനങ്ങളുണ്ട്. പല മേഖലകൾക്കായി ആശാ വർക്കർമാർക്കുണ്ട്, അതുപോലെ തന്നെ വിഴിഞ്ഞത്തിന്, കുട്ടനാടിന്, അങ്ങനെ പറഞ്ഞ് കുറേയേറെ വാഗ്ദാനങ്ങൾ KSRTCക്കും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറെ വാഗ്ദാനങ്ങൾ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുമ്പോൾ ഇടതുപക്ഷമായിരിക്കില്ല ഭരിക്കുന്നത് എന്നതിന്റെ ചിത്രമേറെക്കുറെ തെളിഞ്ഞിരിക്കുകയുമാണ്. അപ്പോൾ ആരെ പറ്റിക്കാനാണ്, ആർക്ക് വേണ്ടിയാണ്, എന്തിനാണ് ഈ ബഡ്ജറ്റ്? ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഭരണം അവസാനിക്കുന്ന ഘട്ടത്തിൽ, അതായത് ഇനി മാസങ്ങൾ മാത്രം, 2-3 മാസം മാത്രമാണ് നമുക്ക് മുന്നിൽ തിരഞ്ഞെടുപ്പിന് ബാക്കി നിൽക്കുന്നത്. ഈ സമയത്താണ് വാഗ്ദാന പെരുമഴയുമായി ഒരു ബഡ്ജറ്റ് മന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിക്കുന്നത്. ഇതിനു മുമ്പ് മന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ചിട്ടുള്ള ബഡ്ജറ്റുകൾ പരിശോധിക്കുമ്പോൾ അതിൽ എത്ര പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നൊരു ചോദ്യം കൂടി ഇതിനൊപ്പം നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. വളരെ താല്പര്യത്തോടു കൂടി നമ്മൾ കണ്ടതാണ് ലോക സമാധാനത്തിന് വേണ്ടി തുക മാറ്റിവെച്ച ചരിത്രത്തിലെ ആദ്യത്തെ ബഡ്ജറ്റ്, കേരള ബഡ്ജറ്റ് KN ബാലഗോപാൽ അവതരിപ്പിച്ചിരുന്നു. കേരളത്തിൻ്റെ സ്വന്തം ബ്രാൻഡി. അപ്പോൾ ചോദിക്കും, ഈ ബ്രാൻഡിയെ കുറിച്ചാണോ സംസാരിക്കുന്നത്? ആണ്. കാരണം കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു എന്ന് ധനവകുപ്പ് മന്ത്രി പറയുമ്പോൾ അതിൽ കൂടുതൽ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത് ഇവിടുത്തെ ലോട്ടറി ഡിപ്പാർട്ട്മെൻറ്റും ബിവറേജസ് കോർപ്പറേഷനുമാണ്. കേരളത്തിൻ്റെ സ്വന്തം ബ്രാൻഡി വരാൻ പോകുന്നു, കപ്പവാറ്റുണ്ടാക്കാൻ പോകുന്നു. അതായത് ഇദ്ദേഹം കൊട്ടാരക്കരയിൽ നിന്നുള്ള MLA ആണ്. അപ്പം കൊല്ലം, പത്തനംതിട്ട, കോട്ടയം മേഖലകളിൽ, തിരുവനന്തപുരം അടക്കം ഏറ്റവും കൂടുതൽ കർഷകർ ആശ്രയിക്കുന്നത് കപ്പ കൃഷിയാണ്. അവർക്ക് ആശ്വാസം പകർന്നുകൊണ്ട് കപ്പയിൽ നിന്ന് വാറ്റുണ്ടാക്കും. അത് ഫെനി കശുമാവിൽ നിന്ന് ഉണ്ടാക്കുന്ന ഫെനി, ഗോവൻ ഫെനിയൊക്കെ നമുക്കറിയാം. അതുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി കപ്പയിൽ നിന്ന് വാറ്റുണ്ടാക്കും എന്നൊരു പ്രഖ്യാപനം ഒരു ബഡ്ജറ്റിൽ വന്നിരുന്നു. എവിടെ അത് നടപ്പിലാക്കിയോ? അപ്പം ഇതിനു മുമ്പ് പറഞ്ഞ ഇപ്പൊ കൊട്ടാരക്കര, അത് KN ബാലഗോപാലിന്റെയും ഞങ്ങളുടെയൊക്കെ സ്വന്തം നാടായ കൊട്ടാരക്കരയിൽ വമ്പൻ പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നു കഴിഞ്ഞ ബഡ്ജറ്റിൽ പോലും. ഇപ്പോൾ അതിന്റെ ഭരണാനുമതി ലഭിച്ചെന്നോ തറക്കല്ലിടാൻ പോകുന്നു എന്നൊക്കെ പറയുന്നതേ ഉള്ളൂ. എല്ലാം ഒരു തിരഞ്ഞെടുപ്പ് PR സ്റ്റണ്ടിന്റെ ഭാഗമായിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇതിൽ ശ്രദ്ധേയമായ കുറച്ച് പോയിന്റുകളുണ്ട്. ആശാ വർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം 1000 രൂപ കൂട്ടി. 1000 രൂപ കൂട്ടിയാൽ മതിയോ എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാകുന്നു. സാക്ഷരതാ പ്രേരകമാർക്ക് 1000 രൂപ കൂട്ടി. പ്രീ പ്രൈമറി അധ്യാപകരുടെ വേതനം 1000 രൂപ കൂട്ടി. അങ്കണവാടി വർക്കർമാർക്ക് 1000 രൂപയും ഹെൽപ്പർമാർക്ക് 500 രൂപയും കൂട്ടി. വളരെ നല്ല കാര്യം. നമ്മുടെയൊക്കെ നാട്ടിലെ സഹോദരിമാരാണല്ലോ ഈ മേഖലയിലൊക്കെ കൂടുതലായും പണിയെടുക്കുന്നത്. അവർക്കൊക്കെ വേതനം കൂടുന്നത് നല്ല കാര്യം. പക്ഷെ കാലാനുസൃതമായൊരു മാറ്റം അതിലുണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യം ബാക്കിയാകുന്നുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുടെ ഓണറേറിയം കൂട്ടും. വളരെ മനോഹരമായ തീരുമാനമാണ്. കാരണം 7500 8500 രൂപയ്ക്ക് ഒരു മാസം ഒരാൾക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. കാരണം അയാൾക്ക് അയാളുടെ പഞ്ചായത്തിൻ്റെ വാർഡിൻ്റെ മുക്കിലും മൂലയിലും ഓടിയെത്താൻ അവരുടെ സ്കൂട്ടറിനോ അല്ലെങ്കിൽ വാഹനങ്ങൾ ഏതായാലും അതിന് എണ്ണ അടിക്കാൻ പോലും ഈ 7500 8500 രൂപ കൊണ്ട് മതിയാവില്ല. അപ്പോൾ വീട്ടിൽ കാശില്ലാത്ത പാവപ്പെട്ട ആളുകൾ മെമ്പർമാരായാൽ അവർ അഴിമതിക്കാരായി പോകുന്നതിൽ, പിരിവുകാരായി പോകുന്നതിൽ സർക്കാരിനൊരു പങ്കുണ്ടായിരുന്നു. അത് ഇവിടെ മാറ്റും എന്ന് പറയുന്നു. എത്ര രൂപ കൂട്ടുമെന്ന് പറഞ്ഞിട്ടില്ല. അല്ല, 500 1000 രൂപ കൂട്ടുമായിരിക്കും. ഏപ്രിൽ മുതൽ ഇതെല്ലാം പ്രാബല്യത്തിൽ വരും. മുൻ ജനപ്രതിനിധികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തും. ഗിഗ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി. പഴയ ഓട്ടോറിക്ഷകൾക്ക് പകരം ഈ ഓട്ടോറിക്ഷ വാങ്ങാൻ 40,000 രൂപ സബ്സിഡി. നല്ല കാര്യമാണ്. പക്ഷേ ഈ ഓട്ടോറിക്ഷകളുടെയൊക്കെ അവസ്ഥ, വാങ്ങിയവരുടെ അവസ്ഥ എവിടെയാണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. വിഴിഞ്ഞം തുറമുഖ വികസനത്തിന് 1000 കോടി രൂപ. ഈ ഗോലിയൊക്കെ എവിടുന്ന് കൊണ്ടുവരുമെന്നൊരു ചോദ്യം സാധാരണക്കാർ ചോദിക്കുന്നുണ്ട്. അതിനുള്ള വഴി കൂടി ബഡ്ജറ്റിൽ പറഞ്ഞു തന്നിരുന്നെങ്കിൽ നന്നായി. തനത് വരുമാനവും നികുതിയേതര വരുമാനവും സംസ്ഥാനത്തെ പിടിച്ചു നിർത്തിയത്. അതായത് തനത് വരുമാനവും നികുതിയേതര വരുമാനവും ഏതാണെന്ന് നമുക്കറിയാം. അതായിരുന്നു ധനമന്ത്രിയുടെ മാന്ത്രിക ദണ്ട്. 1,52,000 കോടി പിരിച്ചെടുക്കാൻ സാധിച്ചു. 5 വർഷം കൊണ്ട് നികുതിയേതര വരുമാനത്തിൽ അഭിമാനകരമായ വളർച്ച. 1,27,000 കോടിയുടെ അധിക വരുമാനം ഉണ്ടാക്കാൻ കഴിയും. കാരണം എന്താ? സെസ് ഏർപ്പെടുത്തിയില്ലേ? പെട്രോളിനും ഡീസലിനും ഒരു ദിവസം കേരളത്തിൽ മുഴുവനായി എത്ര രൂപയുടെ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ചിലവാക്കപ്പെടുന്നു? 2 രൂപ വീതമാണ് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടി സെസ് എന്ന് പറഞ്ഞ് വാങ്ങിയത്. എന്നിട്ട് ക്ഷേമ പെൻഷൻ കൂട്ടിയോ? ചെറിയ രീതിയിൽ കൂട്ടി. സമയത്ത് കൊടുത്തോ? കൊടുത്തില്ല. കൊടുക്കാൻ ഇപ്പൊ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഇലക്ഷന് തൊട്ട് മുമ്പ് ക്ഷേമ പെൻഷനുകൾ കൊടുക്കും. അതായത് ഇവര് വിചാരിച്ചിരിക്കുന്നത് എന്താ? 1ാം പിണറായി സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ കിറ്റ് കൊടുത്തിരുന്നു. വലിയ രീതിയിൽ കിറ്റ് കൊടുത്തു. ഒരു കൂട്ടം ആളുകൾ അതിൽ വശംബരായവർക്ക് വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ ഈ അവസാന നിമിഷം കൊണ്ടുവന്ന ബഡ്ജറ്റിൽ കോടികൾ കൊണ്ടുവന്ന് ചിലവഴിച്ചാൽ ഇതൊന്നും ആളുകൾക്ക് മനസ്സിലാകില്ല. അതെ, ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ്
ക്ഷേമ പെൻഷൻ കൂട്ടിയപ്പോഴും ഇതൊക്കെ തന്നെയായിരുന്നു സംഭവിച്ചത്. ഗതാഗത മേഖലയ്ക്ക് 1871 കോടി രൂപ കൊടുക്കും. പൊതുമരാമത്ത് റോഡുകൾക്ക് 1882 കോടി, ജില്ലാ റോഡുകൾക്ക് 300 കോടി, റോഡ് അപകടം കുറയ്ക്കാൻ 23.37 കോടി, കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് 21.7 കോടി രൂപ. പുതിയ ബസ്സുകൾ വാങ്ങാനും പണം അനുവദിച്ചിട്ടുണ്ട്. അപ്പോ മറ്റേ ചുമ്മാതൊന്നും അല്ല നമ്മുടെ മേയറോട് ആ വണ്ടി വേണമെങ്കിൽ തിരിച്ചെടുത്തോ ഓടി തീർന്നു എന്ന് പറഞ്ഞത്. ബിരുദതലം വരെ സൗജന്യ വിദ്യാഭ്യാസം, റോഡ് അപകടങ്ങൾ ഉണ്ടായാൽ ആദ്യത്തെ 5 ദിവസം സൗജന്യ ചികിത്സ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതൊക്കെ പറയുമ്പോഴാണ് വിളപ്പിൽശാലയിൽ ഒരാള് പൂട്ടിയിട്ട ആശുപത്രിയിൽ മരണപ്പെടുന്ന കാഴ്ചയും നമ്മൾ കണ്ടത്. അപ്പോ ബഡ്ജറ്റുകൾ ഇങ്ങനെ പ്രഖ്യാപിക്കും. പക്ഷെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, കേരളത്തിന് താങ്ങാനാകാത്ത കടബാധ്യത ഇല്ല എന്ന്. എങ്ങനെയെന്നറിയില്ല. അല്ല, അതാ ഞാൻ പറഞ്ഞ ഈ ഇദ്ദേഹം തന്നെയല്ലേ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന് കുറച്ചു കാലം മുമ്പ് നിയമസഭയിൽ പ്രസംഗിച്ചത്. അപ്പൊ കേന്ദ്രം ഞെരുക്കുന്നു എന്ന് പറയുമ്പോഴും അദ്ദേഹം പറയുന്നുണ്ട് കടബാധ്യത താങ്ങാവുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, അവസാന നിമിഷത്തെ ഒരു കച്ചിത്തുരുമ്പാണ് ഈ ബഡ്ജറ്റ്. പിണറായി വിജയൻ സർക്കാർ, പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ ഒരു കച്ചിത്തുരുമ്പാണ്. ഈ കച്ചിത്തുരുമ്പിൽ പിടിച്ചു കയറി എങ്ങനെയെങ്കിലും കരക്കെത്താൻ പറ്റുമോ എന്ന ലക്ഷ്യബോധത്തോടു കൂടിയാണ് ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഓർക്കണം, അപ്പുറത്ത് പ്രതിപക്ഷ അംഗനിരയിൽ ആളുകളുടെ എണ്ണം നിങ്ങളെക്കാൾ തുലോം തുച്ഛമാണെങ്കിൽ 50% താഴെയാണെങ്കിൽ പോലും അവിടെ ഇരിക്കുന്നവർ അത്ര മണ്ടന്മാരൊന്നുമല്ല. അവർ ഇതിൻ്റെ യഥാർത്ഥ സത്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും സോഷ്യൽ മീഡിയ അടക്കമുള്ള മാധ്യമങ്ങളിലൂടെ ഇതിൻ്റെ ചർച്ചകൾ നടക്കുകയും ചെയ്യും. കേരളി ടിവിയും റിപ്പോർട്ടർ ടിവിയും ദേശാഭിമാനിയും ന്യൂസ് 24 മലയാളവും ഒഴിച്ച് ബാക്കി മാധ്യമങ്ങളെല്ലാം ഇഴകീറി ഈ ബഡ്ജറ്റിനെ പരിശോധിക്കുന്ന സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടാകും. ഒരു മികച്ച ഭരണമായിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലങ്ങൾ. അതിന് മുമ്പുള്ള 5 വർഷക്കാലത്തെ നമ്മൾ എടുക്കുന്നില്ല, അതിനെ അക്കൗണ്ട് ചെയ്യുന്നില്ല. അങ്ങനെ 5 വർഷക്കാലം ഉണ്ടായിരുന്നില്ല എന്ന് ചിന്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 5 വർഷക്കാലം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞാൽ അത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. കാരണം ലോക്ക്ഡൗൺ ആയിട്ടും കൊറോണയായിട്ടും പ്രളയമായിട്ടും നാടിൻ്റെ ദുരന്ത കാലഘട്ടമായിരുന്നു 5 വർഷക്കാലങ്ങൾ, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടം. അടുത്ത 5 വർഷക്കാലങ്ങൾ, കഴിഞ്ഞ 5 വർഷക്കാലങ്ങൾ നാടിനെ വികസനത്തിൽ നിന്ന് വികസനത്തിലേക്ക് കൈപിടിച്ചുയർത്തിയിരുന്ന 5 വർഷക്കാലങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ സംതൃപ്തരായിരുന്നു. ഈ രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ സ്പന്ദനങ്ങൾ അറിഞ്ഞ് അതിൻ്റെ മാറ്റങ്ങൾ അറിഞ്ഞ് അതിനനുസരിച്ച് മുന്നേറാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം അവിടെ ബാക്കിയാകുന്നുണ്ട്. സർക്കാർ തലത്തിൽ സർക്കാരുകൾ എപ്പോഴും ചെയ്യേണ്ടുന്ന പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു സർക്കാർ ഉണ്ടായിരുന്നോ എന്ന തോന്നൽ പോലും ഉണ്ടാകുന്നത് ഇത്തരം വിവാദങ്ങളിലും പ്രശ്നങ്ങളിലും പെടുമ്പോൾ മാത്രമായിരുന്നു. നാടിൻ്റെ മുഖച്ഛായ മാറ്റേണ്ട 5 വർഷങ്ങൾ നഷ്ടപ്പെടുത്തിയ ഒരു 5 വർഷങ്ങളാണ് കഴിഞ്ഞ പോയത് എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. അവർക്ക് കിട്ടേണ്ടിയിരുന്ന എന്തൊക്കെ ആനുകൂല്യങ്ങൾ തടസ്സപ്പെട്ടു, അവർക്ക് കിട്ടേണ്ടുന്ന ക്ഷേമ പെൻഷനുകൾ സമയത്ത് കിട്ടിയില്ല. ഇവരൊക്കെ കമ്പയർ ചെയ്യുന്ന ഇവിടെ വെച്ചിട്ടാണ് അറിയോ 10 വർഷം മുമ്പുള്ള ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടമായിട്ട് കമ്പയർ ചെയ്യും. 10 വർഷം കൊണ്ട് ഈ നാടിനുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം മേഘയ്ക്ക് ഇപ്പോൾ പെട്ടെന്ന് ഇവിടെ ഓഫീസിലിരിക്കുമ്പോൾ ഒരു 5000 രൂപയുടെ ഒരു സാധനം വാങ്ങാൻ തോന്നിയാൽ മേഘയ്ക്ക് അത് വാങ്ങാൻ കഴിയില്ലേ? കഴിയും. കാരണം എന്താ? 10 വർഷം മുമ്പുള്ള വരുമാനമല്ല മേഘയ്ക്ക് ഇപ്പോൾ ഉള്ള വരുമാനം. അന്നത്തെ സാഹചര്യങ്ങളല്ല, ചെലവ് കൂടി. എന്നാൽ പോലും പണത്തിന്റെ മൂല്യം കുറഞ്ഞു. ഇപ്പൊ നമ്മൾ ഒരു ഫോൺ വാങ്ങാൻ പോകുന്നു, എല്ലാവരും ചിന്തിക്കുന്ന iPhone 17 Pro Max വാങ്ങണം, 1.5 ലക്ഷം രൂപ ചിലവ് വരും. എന്നാൽ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഒരു 15,000 രൂപയുടെ സ്മാർട്ട് ഫോൺ വാങ്ങുന്നതിനെ പറ്റി ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ ഈ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തെ കുറിച്ച് ഇതിനെ താരതമ്യം ചെയ്യാൻ പറ്റില്ല. ഇന്നിന്റെ കാലത്ത് ഉമ്മൻചാണ്ടി ആയിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ ഒരുപക്ഷെ ഇവിടെ എന്തെല്ലാം മാജിക്കൽ വികസനങ്ങൾ നടന്നേനെ. കൊച്ചിയിൽ മെട്രോ പദ്ധതി വരുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആരെങ്കിലും വിശ്വസിച്ചോ? വരുമെന്ന്. വിഴിഞ്ഞത്ത് കപ്പലെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിശ്വസിച്ചോ? അത് 10 വർഷങ്ങൾക്ക് മുമ്പേ നാടിൻ്റെ വികസനങ്ങൾ മുൻകൂട്ടി കണ്ടതാണ്. ഒരു സംസ്ഥാന സർക്കാരുകൾ എപ്പോഴും പ്രവർത്തിക്കേണ്ടത്, ഭരണാധികാരികൾ, സംസ്ഥാന സർക്കാർ മാത്രമല്ല ജനപ്രതിനിധികൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഒരു 10 വർഷങ്ങൾക്കപ്പുറത്ത് ഈ നാട്ടിൽ എന്ത് സംഭവിക്കും. ആ ചിന്ത വെച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ ഓരോ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. ഇപ്പോൾ നഗരവികസനത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഏതെങ്കിലും ഒരാളുടെ തലയിൽ ഒരു ബുദ്ധി ഉദിച്ചു. ഇപ്പോൾ കൊല്ലം നഗരത്തെ പറ്റി നോക്കും. കൊല്ലത്തിൻ്റെ മേയർ അധികാരം ഏറ്റ ഉടനെ പറഞ്ഞ എന്താ? ചിന്നക്കടയിലെ പാലം പൊളിച്ചു മാറ്റും. അശാസ്ത്രീയമായ നിർമ്മാണമാണ്. അത് അന്നത്തെ സാഹചര്യത്തിൽ പണിതുകൊണ്ടാണ് അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനമായി മാറുന്നത്. ഒരു 10 വർഷങ്ങൾക്കപ്പുറത്തേക്ക് ചിന്തിച്ചാൽ ഇപ്പോൾ നാഷണൽ ഹൈവേ കടന്നു വരുന്നത്, എറണാകുളത്ത് വൈറ്റിലേക്ക് മുമ്പ് ആരംഭിക്കുന്ന ഒരു എലിവേറ്റഡ് ഹൈവേ അരൂര് വരെ പോവാണ്. അതായത് ആ ഹൈവേ വികസനം വന്ന വഴിക്ക് റോഡിന്റെ വീതി കൂട്ടി പോയാൽ മതിയായിരുന്നു. പക്ഷെ അവരുടെ എലിവേറ്റഡ് ഹൈവേ അടിക്കുന്നതിന്റെ കാര്യം മുകളിലൂടെയും താഴെയിലൂടെയും വാഹനങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന വാഹനപ്പെരുപ്പം, ജനപ്പെരുപ്പം, തടസ്സമില്ലാത്ത ആളുകൾക്ക്, ദീർഘദൂര യാത്രക്കാർക്ക് അതിലേക്കൂടെ യാത്ര ചെയ്യാൻ പറ്റുന്ന, മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളിലേക്ക് അതിനെ കൊണ്ട് എത്തിക്കുകയാണ് വികസനങ്ങളിലൂടെ. അത് ഒരു 10 വർഷങ്ങൾക്ക് ശേഷം കൊച്ചി എങ്ങനെയായിരിക്കുമെന്ന ചിന്തയിൽ നിന്നുണ്ടാകുന്നതാണ്. അപ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാൻ സാധിക്കണം. ഇത് 2-3 മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ അവർക്കറിയാം എന്തായാലും ഇടതുപക്ഷത്തിന് അധികാരത്തിലേക്ക് എത്താനുള്ള സാധ്യതകൾ കുറവാണ്. ഒരു കച്ചിത്തിരുമ്പായി ഇട്ട് കൊടുക്കും. അധികാരത്തിൽ കയറിയാൽ പിന്നെ നടപ്പിലാക്കണോ വേണ്ടയോ എന്നുള്ളത് ആലോചിക്കാവുന്ന കാര്യമാണ്. ഇപ്പോൾ VS അച്യുതാനന്ദൻ സെന്ററിന് പണം അനുവദിച്ചിരിക്കുന്നു. ഇതിനു മുമ്പ്
ഇത്തരത്തിൽ സ്മാരകങ്ങൾ ഉണ്ടാക്കാൻ അനുവദിച്ച പണമുണ്ട്. ആർ ബാലകൃഷ്ണപിള്ളയ്ക്ക് അടക്കം അതെ. അതിന്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എവിടെ വരെ എത്തി എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നുണ്ട്. ഈ ഘടകകക്ഷികൾ അവിടെ ഇരുന്ന് ഭരണസമിതിയിൽ ഇരുന്ന് കെ എൻ ബാലഗോപാൽ ബഡ്ജറ്റ് അവതരിപ്പിക്കും കൈയടിച്ചാൽ മാത്രം പോരാ. നിങ്ങളുടെയൊക്കെ നേതാക്കന്മാർക്ക് വേണ്ടി പ്രഖ്യാപിച്ച സ്മാരകങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു? വർഷങ്ങൾ എത്രയായി കാത്തിരിക്കുകയാണ് ഞങ്ങൾ ആ സ്മാരകങ്ങൾ കാണാൻ വേണ്ടി. അതൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് പരമപ്രധാനമായ സത്യം എന്ന് പറയുന്നത്. അപ്പോൾ കേരള ബഡ്ജറ്റ് ഈ 2026 അവതരിപ്പിക്കപ്പെടുന്ന കേരള ബഡ്ജറ്റ് തികച്ചും വെറും വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന, വരാൻ പോകുന്ന സർക്കാരുകളുടെ തലയിലേക്ക് ഈ ബാധ്യത. അപ്പോൾ അവരുടെ പദ്ധതികൾ ഇങ്ങനെയൊന്നും ആയിരിക്കില്ലല്ലോ. ഒരു പക്ഷേ ഇപ്പം നോക്കൂ, ആശാ വർക്കർമാർക്ക് വേണ്ടി 1000 രൂപ വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. UDF സർക്കാരാണ് ആശാ വർക്കർമാരുടെ UDF ആണ് ആശാ വർക്കർമാരുടെ സമരത്തിന് മുന്നിൽ നിന്ന് സഹായിച്ചത്. അവരൊരു 5000 രൂപ വർദ്ധിപ്പിക്കാനാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവർ 1000 രൂപ വർദ്ധിപ്പിച്ചു കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ അവർക്ക് പിടിച്ചു കയറാനുള്ള ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അവതരിപ്പിക്കപ്പെടുന്ന ചില ഗിമിക്കുകൾ എന്ന് മാത്രമേ ഈ ബഡ്ജറ്റിനെ നമുക്ക് നോക്കിക്കാണാൻ പറ്റൂ. സത്യത്തിൽ ഈ ബഡ്ജറ്റ് കൊണ്ട് പ്രയോജനം ഉണ്ടാക്കാൻ കഴിയുന്ന LDF മാത്രമാണ്, പൊതുജനത്തിനൊന്നുമില്ല. വരാൻ പോകുന്ന സർക്കാരുകൾ ചിലപ്പോൾ അവരുടെ നയങ്ങളും നിലപാടുകളും മാറ്റിയേക്കാം.